സോളാർ സമരം ഒത്തുതീർപ്പാക്കാനുള്ള ചർച്ചകൾ നടത്തിയത് CPM നിർദ്ദേശത്തിലാണ് എന്ന ജോൺ ബ്രിട്ടാസിന്റെ വാദം തള്ളി അന്നത്തെ LDF കൺവീനർ. തിരുവഞ്ചൂരുമായി ചർച്ച നടത്താൻ ബ്രിട്ടാസിനോട് പാർട്ടിയിൽ നിന്ന് ആരെങ്കിലും ആവശ്യപ്പെട്ടതായി തനിക്ക് അറിയില്ല. സോളാർ കേസും TPയുമായി ചേർത്ത് വയ്ക്കുന്നത് കെട്ടുകഥയെന്നും വൈക്കം വിശ്വൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. മുതിർന്ന CPM നേതാവും മുൻ LDF കൺവീനറുമായ വൈക്കം വിശ്വൻ ഇപ്പോൾ മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുകയാണ്. ജോൺ മുണ്ടക്കയത്തിൻ്റെ ലേഖനവും അതിനുശേഷം നടന്ന ചർച്ചകൾ, ഈ ജോൺ ബ്രിട്ടാസും തിരുവഞ്ചൂരും ഒക്കെ ഉള്ള ചർച്ചകളൊക്കെ അങ്ങ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. അങ്ങായിരുന്നു ആ സമയത്ത് LDFിൻ്റെ കൺവീനർ. ഈ സമരം നടക്കുന്ന സമയത്ത് എന്തായിരുന്നു ആ സമയത്ത് നടന്ന കാര്യങ്ങൾ? ജോൺ മുണ്ടക്കയത്തിൻ്റെ ലേഖനത്തിൽ എന്തെങ്കിലും വസ്തുതയുള്ളതായിട്ട് അറിയില്ല. മാത്രവുമല്ല, ബ്രിട്ടാസ് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. സർക്കാർ രാജിവെക്കണമെന്നായിരുന്നല്ലോ സമരത്തിന് പ്രധാനപ്പെട്ട. സർക്കാർ രാജിവെക്കണം എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതിൻ്റെ ഇടയിൽ ജുഡീഷ്യൽ അന്വേഷണം എന്ന മുദ്രാവാക്യവും ഉയർത്തിയിരുന്നു. അതിൽ ജുഡീഷ്യൽ അന്വേഷണത്തിന് തയ്യാറാണ് എന്നുള്ളൊരു കാഴ്ചപ്പാട് ഗവൺമെൻറ് എന്നുള്ളൊരാശയമാണ് വന്നത്. ഞങ്ങൾ ഉടനെ ആ കമ്മിറ്റി കൂടി പറഞ്ഞു, ജുഡീഷ്യൽ അന്വേഷണം ഉണ്ടെങ്കിൽ അതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസും മുഖ്യമന്ത്രിയെയും കുറിച്ചുകൂടി അതിനകത്ത് ഉൾപ്പെടുത്തണം. ഞങ്ങൾ ആ കമ്മിറ്റി കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഈ ജുഡീഷ്യൽ അന്വേഷണത്തിൻ്റെ പ്രഖ്യാപനം വരുന്നത്. ഒരു സമരമാണ്, സമരം ചെയ്യുന്നത് പോലെ തന്നെ സമരം അവസാനിപ്പിക്കാനും കഴിയണമല്ലോ. ആരായിരുന്നു മുൻകൈ എടുത്തത് സമരം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി? നേതൃത്വത്തിൽ തന്നെ ഞങ്ങൾ പാർട്ടി നേതൃത്വത്തിൽ ഉള്ള ആളുകളുണ്ട്, അതുപോലെ മറ്റേ LDFിൻ്റെ നേതൃത്വത്തിലുള്ളവരും എല്ലാവരും കൂടി ഒരുമിച്ച് തന്നെയാണ് തീരുമാനങ്ങൾ എടുത്തത്. ബ്രിട്ടാസിനെ ഏൽപ്പിക്കുകയായിരുന്നു ഇത്തരത്തിൽ ചർച്ച നടത്താൻ വേണ്ടി ഒരു ഇടനിലക്കാരൻ? എനിക്കറിയില്ല. ഞാൻ LDF കൺവീനർ എന്ന രീതിയിൽ അങ്ങനെ ഒരു അനുഭവം നമുക്ക് ഉണ്ടായിട്ടില്ല. തിരുവഞ്ചൂരിനോട് സംസാരിക്കണമെന്ന് LDF യോഗത്തിൽ അങ്ങനെ ആവശ്യമുണ്ടായിരുന്നു? തിരുവഞ്ചൂരിനോട് അങ്ങനെ ഒന്നും സംസാരിച്ചായിട്ട് എനിക്കറിയില്ല. ഈ മറ്റൊരു കാര്യം, ഈ കേസിന്, സോളാർ കേസിൻ്റെ അത് ഒത്തുതീർപ്പിലേക്ക് എത്തിയത് TP കേസുമായി കൂട്ടിക്കഴിക്കുന്നുണ്ട്. TP കേസിലെ ചിലരെ ഉന്നതരെയൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടി ഗൂഢാലോചനയിൽ നിന്ന് ഒഴിവാക്കൊരു മനഃപൂർവമായ കെട്ടുകഥയാണ്. അങ്ങനെ ഒരു വിഷയം പോലും ഞങ്ങളുടെ മുമ്പിലില്ല.